രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. ഇസ്രായേലിൻ രാജാവേ, എൻ ദൈവമാം യഹോവേ, ഞാനങ്ങേ വാഴ്ത്തിയിടുന്നു, നന്മകളോർത്തിയിടുന്നു. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. തിരുക്കരമെന്നെ താങ്ങി വൻ പ്രതികൂലങ്ങളിൽ മുൻപോട്ടു യാത്ര ചെയ്യുവാൻ ബലമെന്നിൽ നൽകിയിടുക. യേശുവേ, 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 നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥാ, അളവില്ലാ സ്നേഹത്തിനാ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. പകയ്ക്കുന്നവർ മുൻപിലും തള്ളിയവർ മധ്യേയും മേശയൊരുക്കി എന്നെ മാനിച്ച സ്നേഹമേ. യേശുവേ, യേശുവേ,
നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിടുമേ. എന്തു ഞാൻ പകരം നൽകും? 1000 പാട്ടുകളോ ജീവകാലം മുഴുവൻ രക്ഷയെ ഉയർത്തിടുമേ. യേശുവേ 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 നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ. അളവില്ല സ്നേഹത്തിനാ. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ദൈവമക്കളെ, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ഈ ഒരു ശരിയായൊരു റിയലൈസേഷൻ, ഞാൻ ആരാണ്, നിത്യനായ ദൈവം ഇറങ്ങി എന്ന് പ്രവർത്തിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കുടിയിരിപ്പ് ഭവനമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്, അല്ലേ? തീർച്ചയായിട്ടും ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് ദൈവത്തിൻ്റെ അതേ സ്വരൂപത്തിലും അതേ സാദൃശ്യത്തിലും. ഞാൻ അതുകൊണ്ട് ആരാണ്? എൻ്റെ കർത്താവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എങ്ങനെയാണ് ദൈവം നമ്മെ സ്വന്തമാക്കിയത്? നമുക്കറിയാം, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയി. എന്നാൽ യേശുക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സ്വന്തമാക്കി. ഈ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വളർച്ചയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വളരണമോ, നമുക്ക് ഉയരണമോ? നമുക്കെല്ലാവർക്കും ആഗ്രഹമില്ലേ, നിങ്ങൾക്ക് പഠിക്കണം, ഇങ്ങനെ ആയാൽ പോരാ, കൂടുതൽ ബെറ്റർ ആയൊരു ഫ്യൂച്ചർ വേണം, നല്ലൊരു ഭാവി ജീവിതം വേണം, അനുഗ്രഹീതമായ നല്ലൊരു ജീവിത സാഹചര്യം എല്ലാം നമുക്ക് വേണം. ഇതെല്ലാം ദൈവം നമുക്ക് നൽകും. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ബാല്യകാലത്ത് ഞാൻ നിരാശപ്പെട്ടവനായിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് വിഷമിച്ച് ഒരു ജോഡി വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഒരു വർഷക്കാലം മുഴുവനും സ്കൂളിൽ കോളേജിലൊക്കെ പോയ കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. കോളേജിലെ സ്കൂളിൽ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് ആകെ ഒരു മുണ്ടും ഒരു ഷർട്ടും മാത്രമേ ഉള്ളൂ. എന്നും അത് തന്നെ ഇട്ടുകൊണ്ട് പോകും. അങ്ങനെ പല രീതിയിലുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നും പോയി ഇരിക്കും. എന്നാൽ ഒരു സത്യം നാം തിരിച്ചറിയണം, ഞാൻ ആരാണ്? സ്വർഗത്തിലെ സർവശക്തനായ സർവവ്യാപിയായ എന്നെ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ മകനാണ് ഞാൻ. സ്വർഗത്തിലെ ദൈവത്തെ നാം എങ്ങനെയാണ് വിളിക്കുന്നത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഗോഡ് ഈസ് മൈ ഫാദർ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർമ്മയിൽ തങ്ങി നിൽക്കേണ്ടതായ ഒരു സത്യമാണ്, ദൈവം എൻ്റെ പിതാവ്, യേശു എൻ്റെ പിതാവായിട്ട് ഭൂമിയിൽ എന്നോട് കൂടെ. ഒരുപക്ഷെ ഭൂമിയിൽ അപ്പനില്ലാത്തവരുണ്ട്,
അമ്മയില്ലാത്തവരുണ്ട്. എന്നാൽ യേശുക്രിസ്തു എൻ്റെ അപ്പനായി, യേശുക്രിസ്തു എന്നോട് കൂടെ വരുമ്പോൾ മക്കളെ എന്തു വലിയ ഭാഗ്യമാണെന്നറിയാമോ? ആ ജീവിതം അടിമുടി മാറുകയാണ്. ജീവിതത്തിൽ അത്ഭുതകരമായ രൂപാന്തരം വരികയാണ്. നമ്മുടെ പഠനകാര്യങ്ങൾ, ഭാവി കാര്യങ്ങളെല്ലാം ദൈവം അത്ഭുതകരമായി നടത്തി തരികയാണ്. നാം ഒരിക്കലും ചിന്തിക്കാത്ത വഴികളിൽ കൂടെ ദൈവം നിങ്ങളെ വളർത്തും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും യേശുക്രിസ്തുനായ ദൈവത്തിൻ്റെ അതേ സാദൃശ്യത്തിലും എന്നെ ദൈവം സൃഷ്ടിച്ചാക്കിയത് കൊണ്ട് ഞാൻ അപ്രകാരം ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിച്ചാൽ ദൈവം എന്നെ അനുഗ്രഹിക്കും എന്നുള്ളതായി ഉറപ്പ്, ആ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അത് എന്ത് വലിയ ഭാഗ്യമാണെന്നറിയാമോ? നമുക്കറിയാം, നമ്മുടെ ശരീരം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ? പൊടിയിൽ നിന്ന് ദൈവം നമ്മെ എല്ലാവരെയും സൃഷ്ടിച്ചു. നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്ത് അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സങ്കീർത്തനം 8-ാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, നീ മനുഷ്യപുത്രന്റെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ആ സൃഷ്ടിയെക്കുറിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എന്തൊരു അത്ഭുതമാണ് നാം ഓരോരുത്തരും. എത്ര അതിശയകരമായി, എത്ര സങ്കീർണമായിട്ടാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വായിക്കുകയുണ്ടായിരുന്നു, ഒരു മനുഷ്യൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത് 12 കോടി നാഡീ കോശങ്ങളുണ്ട് എന്നാണ്. അതിൽ ഓരോ കോശവും 0.01 വോൾട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. അതുപോലെ മനുഷ്യൻ്റെ കണ്ണ് 12 കോടി റോഡ്സ്, അതുപോലെ 70 ലക്ഷം കോഡ്സ്, ഇവയെല്ലാം ബ്രെയിനുമായി ബന്ധിപ്പിക്കുന്ന 3 ലക്ഷം നാഡീ തന്തുക്കളുണ്ട് എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. നാം ചിന്തിക്കണം, ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മൾ കീബോർഡ് വായിക്കുന്നു, കീബോർഡിൽ എത്ര കീ ഉണ്ട്? പരമാവധി 80 അല്ലെങ്കിൽ 100 താഴെ ചിന്തിക്കാം. എന്നാൽ നമ്മുടെ ചെവിയിൽ 15,000 കീ ഉണ്ട് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നത്. അത്രമാത്രം സംഗീതത്തിൻ്റെ, ശബ്ദത്തിൻ്റെ വിവിധ തരംഗങ്ങളെ മനുഷ്യന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുമെന്ന് നാം ചിന്തിക്കണം. അതുപോലെ നമ്മുടെ ഹൃദയം, നമുക്കറിയാം ഈ ഹൃദയം എപ്പോഴും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉറങ്ങുമ്പോഴും ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ ഹൃദയം 1,00,000-ലേറെ പ്രാവശ്യം ഈ ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കുന്നുണ്ട്. അതുപോലെ ഓരോ കാര്യം, നമ്മുടെ രക്തധമനിയുടെ നീളം എത്രയാണെന്ന് അറിയാമോ? 1.5 lakhs കിലോമീറ്ററാണ് നമ്മുടെ രക്തധമനിയുടെ നീളം. നാം അത് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഓരോരോ കോശങ്ങളും ഓരോ അവയവങ്ങളും ദൈവം എത്രമാത്രം തൻ്റെ അത്ഭുതമേറിയ ആ ബുദ്ധിയിൽ ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു നമ്മെ ആക്കി. എത്ര മഹത്വമേറിയ ഒരു പദവിയാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും, ഇതിനുള്ളിൽ ഒരാത്മാവുണ്ട്. ഉറപ്പായിട്ട് നമുക്കറിയാം, ഒരാത്മാവുണ്ട്. ശരീരത്തെ ഇത്രമാത്രം മഹത്വമേറിയിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ ഈ ആത്മാവ് എത്രമാത്രം വിശേഷതയുള്ളതാണ്, എത്രമാത്രം ശ്രേഷ്ഠതയുള്ളതാണ്. ഇതെല്ലാം നാം തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം വരുന്നത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ കൊച്ചു ഹൃദയത്തിൽ ദൈവത്തിൻ്റെ മോഹന സൃഷ്ടിയായ, അത്ഭുത സൃഷ്ടിയായ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശുക്രിസ്തു വന്ന് നിറയണം. യേശു വന്ന് നിറയണം. നമ്മുടെ ഹൃദയത്തിൽ ആ വാക്കിരിക്കട്ടെ, യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് നിറഞ്ഞ് മുറ്റി നിൽക്കണം. ഞാൻ സുവിശേഷം കേട്ടു, വചനം കേട്ടു, യേശുക്രിസ്തുവിനായ ജീവിതം സമർപ്പിച്ചു. അടുത്ത വർഷം എനിക്ക് 100-ൽ 75 മാർക്ക് കിട്ടി, നല്ല ഉയർച്ച കിട്ടി. 10ാം ക്ലാസ് വന്നപ്പോഴേക്കും എനിക്ക് സ്കൂളിലെ ടോപ്പറായി. എനിക്കന്ന് ഒരു കോംപ്ലിമെന്റ് എല്ലാം സ്കൂളിൽ തരികയുണ്ടായി. കോളേജിൽ പഠിച്ചപ്പോഴും 4ാം റാങ്ക് എല്ലാം ലഭിച്ചു. യേശു ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു വരുമ്പോൾ കിട്ടുന്നതായി വലിയ ഭാഗ്യമാണ്. ദൈവമക്കൾ, ഇതെങ്ങനെ കിട്ടും? അതിനെന്താണ് നാം ചെയ്യേണ്ടത്? ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് വചനം കേട്ടു, ജീവിതം ഞാൻ യേശുക്രിസ്തുവിന് സമർപ്പിച്ചതിന് ശേഷം ഏതാണ്ട് ഹൈസ്കൂൾ കാലഘട്ടമായപ്പോൾ ഞാൻ വീട്ടിൽ നിന്നിറങ്ങും. വീട്ടിലൊന്നുമില്ല, ഭക്ഷണം എന്നും പട്ടിണിയാ, ദാരിദ്ര്യമാണ്. ഒരു കൊച്ചു കുടിൽ മാത്രം. അവിടുന്ന് വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ ചെല്ലുന്നത് വരെയുള്ള സമയം മുഴുവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, യേശു വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒന്നും അറിഞ്ഞിട്ടില്ല.
സന്ധ്യാപ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയാണ് രാവിലെ ചൊല്ലിക്കൊണ്ട് പോകുന്നത്. തിരിച്ചു പോരുമ്പോൾ സന്ധ്യാപ്രാർത്ഥന, അങ്ങനെ പ്രാർത്ഥനകളും വിശ്വാസമാണ് ഇങ്ങനെയെല്ലാം ചൊല്ലി ചൊല്ലി കൂട്ടുകാർ എനിക്കില്ല. പാടത്തിൻ്റെ വരമ്പ് വഴിയെല്ലാം ഇങ്ങനെ പോകും. സ്കൂളിൽ ചെല്ലുമ്പോൾ ബെല്ലടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ ചെല്ലും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു പ്രാർത്ഥന ജീവിതം നമുക്കുണ്ട് എങ്കിൽ അത് നമ്മെ ദൈവം അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ ഈ യേശുക്രിസ്തു ഹൃദയത്തിൽ വന്ന് നിറയണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ജീവിതം വേണം. അതുപോലെ ദൈവത്തിൻ്റെ വചനം നാം ദിനംതോറും വായിക്കുന്നവരായി തീരണം. വചനം വായിക്കണം, വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി തീരണം. അങ്ങനെ യേശുക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥതകൾ പലതും മാറും. ഹൃദയത്തിൽ പല അസ്വസ്ഥതകൾ വരും നമുക്ക്. ചിലപ്പോഴെല്ലാം ചില ഇഷ്ടക്കുറവുകൾ, നീരസങ്ങൾ, കയ്പ്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ചില ആവലാതികൾ, ചില വെറുപ്പുകൾ, കയ്പ്, ഭിന്നത, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നിരാശ വരും. എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല, എത്രയെല്ലാം അധ്വാനിച്ചിട്ട് ഒരു പ്രയോജനം കിട്ടുന്നില്ല, ഞാനൊരു വേസ്റ്റാണ് എന്നുള്ള ചിന്താഗതി പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വരും. ഇതെങ്ങനെ മാറിക്കിട്ടും? ഉറപ്പായിട്ട് മാറിക്കിട്ടും. ദൈവം, നിത്യനായ ദൈവത്തിനായ യേശുക്രിസ്തുവിനായി നിങ്ങൾ ജീവിതം സമർപ്പിച്ച് ക്രിസ്തു ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു വന്ന് എന്നെ യേശു എന്ന ക്രിസ്തു എന്ന തലയോളം വളർത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഞാൻ അതിനങ്ങ് വിനയപ്പെടുത്തി കൊടുക്കുമ്പോൾ ദൈവസ്നേഹം നമ്മിലേക്ക് വന്ന് നിറഞ്ഞ് നമ്മുടെ ഉള്ളിൽ നിന്ന് അനേക പാപങ്ങൾ പതിയെ പുറത്തേക്ക് പോകും. നാം ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുമ്പോൾ, ദൈവസ്നേഹം ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് അനേക പാപങ്ങൾ തന്നെ വിട്ടുപോകും. എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാം. നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നമ്മൾ ചിന്തിക്കാത്ത അനേക പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ചില ചീത്ത ചിന്തകൾ വരില്ലേ, ചില അശുദ്ധമായ ചിന്തകൾ, ആഗ്രഹങ്ങളൊക്കെ വരികയില്ലേ. അപ്പോഴെല്ലാം നമുക്ക് തെറ്റാണ്, ഇത് ശരിയല്ല, ഇങ്ങനെ പോകുന്നത്, ഇങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല എന്നെല്ലാം നമുക്ക് മനസ്സിൽ ചിന്തകൾ വരും. എന്നാൽ ഇത് മാറാൻ വേറെ കുറുക്കു വഴികളൊന്നുമില്ല. യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് നിറയണം. ഒരു കഥ ഇങ്ങനെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു മംഗോളിയൻ കഥയാണ്. ഒരിക്കലും ഒരു സാധുവായ മനുഷ്യൻ, അദ്ദേഹം രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പരാതിപ്പെട്ടു, എനിക്ക് ഒരു കഴിവില്ല, എനിക്ക് പൈസയില്ല, ജീവിക്കാൻ മാർഗമില്ല, കഞ്ഞി കുടിക്കാൻ മാർഗമില്ല, എൻ്റെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ ഭാണ്ഡക്കെട്ടിലുള്ള തുണി, അത് മാത്രമേ എനിക്കൊന്നുമില്ല, ഞാനൊരു കഴിവില്ലാത്ത മനുഷ്യനാണ്, ബുദ്ധിയില്ല, യാതൊരു പ്രാപ്തിയില്ല, ഒന്നിനും കഴിവില്ല, അവിടെ തന്നെ സഹായിക്കണം. ചോദിച്ചു. വളരെ വിനയത്തോടെ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്താണ്, തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം, എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് നൽകുകയാണ്. എന്നാൽ നീ ഒരു കാര്യം എനിക്ക് തിരിച്ചു തരണം, നിന്റെ സമ്പത്തിൻ്റെ പകുതി നീ എനിക്ക് തിരിച്ചു തരണം, എന്നാൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി ഞാൻ നിനക്ക് തരാം. അവൻ അത്ഭുതപ്പെട്ടു. രാജാവേ, എനിക്ക് എന്ത് സമ്പത്താ ഉള്ളത്, ഈ പാണ്ടക്കെട്ടല്ലാതെ എനിക്ക് എന്താ ഉള്ളേ പറഞ്ഞു. പക്ഷേ രാജാവിന് പറഞ്ഞു, നീ ഒരു സമ്പന്നനാണ്. എങ്ങനെയാണ് നീ സമ്പന്നൻ? രാജാവ് പറഞ്ഞു കൊടുക്കുകയുണ്ടായി, നിന്റെ സമ്പത്തിൻ്റെ പകുതി, നിന്റെ 2 കണ്ണിൻ്റെ പകുതി, 1 കണ്ണ് എനിക്ക് തരണം, നിന്റെ 2 കാലിൽ 1 കാല് എനിക്ക് തരണം, 2 കൈയിൽ 1 കയ്യ് നീ എനിക്ക് തരണം. അങ്ങനെ അവൻ ചിന്തിച്ചു നോക്കിയപ്പോൾ ശരിയാണല്ലോ, അർഹിക്കാത്തതായ സൗജന്യമായി ദൈവം എനിക്ക് നൽകിയതായ എത്രമാത്രം അനുഗ്രഹങ്ങൾ നിത്യനായ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഈ ദൈവത്തെ പഴിക്കുകയും എനിക്ക് ബുദ്ധിയില്ല, കഴിവില്ല, സാഹചര്യം പ്രതികൂലമാണെന്നെല്ലാം പറഞ്ഞ് ഞാൻ ദൈവത്തെ പരിഹസിച്ചുകൊണ്ടിരുന്ന കാലയളവ് അതെല്ലാം ഓർത്തവൻ വേദനിച്ചു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ മക്കളെ, ദൈവം എല്ലാ വിഭവ സമ്പത്തും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ വീട്ടിൽ പട്ടിണിയായിരിക്കും, പൈസ ഇല്ലായിരിക്കും. എന്നാൽ ഈ എൻ്റെ ഹൃദയത്തിൽ നിങ്ങൾ ഇന്ന് യഥാർത്ഥമായൊരു സമർപ്പണം ദൈവസന്നിധിയിൽ എടുക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം കടന്നു വരികയും, നമുക്കറിയാം ദൈവത്തിൻ്റെ വചനം ആറ്റം ബോംബിനേക്കാൾ ശക്തിയേറിയതാണ്. നമ്മുടെ ജീവിതത്തെ അത്ഭുതമേറിയ രൂപാന്തരത്തിലേക്ക് ദൈവം നമ്മെ നടത്തും. ഞാൻ ഓർക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 40 വയസ്സ് മുമ്പ് ഞാൻ ചിന്തിച്ചു, ഞാൻ ഒരു കാലത്തും ഗതി പിടിക്കാൻ പോകില്ല, ഞാൻ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. വചനം കേട്ടു, ദൈവസന്നിധി വരും, കൂട്ടായ്മയിലെല്ലാം വരുന്നുണ്ട്, എങ്കിലും എൻ്റെ ഹൃദയത്തിൽ വേണ്ടത്രതായ ഒരു ഗതി, മുന്നേറ്റമില്ല. കാരണം എന്നും പരാജയം, കടം വന്നു, കണ്ണിൻ്റെ കാഴ്ച പോയി, പല കാര്യങ്ങൾ, പല രീതിയിലും തടസ്സങ്ങൾ ജീവിതത്തിൽ വരുന്നു. കുടുംബത്തിലെ അലോക്യം, അപ്പൻ്റെയും അമ്മയുടെയും ജീവിതം, അങ്ങോട്ടും എല്ലാ രീതിയിൽ നോക്കിയാൽ ഒരു സമാധാനവും സന്തോഷവുമില്ല. ഞാൻ ദൈവത്തെ സന്നിധിയിൽ ഞാൻ തീരുമാനിച്ചു, സമർപ്പിച്ചു, കർത്താവേ, എന്തെല്ലാം വന്നാലും, ഇനി എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചാലും ഞാൻ എൻ്റെ ജീവിതം യേശുക്രിസ്തുവിനോട് കൂടെ. അങ്ങനെ വ്യക്തമായൊരു സമർപ്പണം എടുക്കുവാൻ കർത്താവ് കൃപയാൽ എനിക്ക് നൽകി.
ദൈവമക്കളെ, എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായി ദൈവം എന്നെ വളർത്താൻ തുടങ്ങി, ഉയർത്താൻ തുടങ്ങി. അതിന് എൻ്റെ ജീവിതത്തിൽ മുഖാന്തരമായത് ഞാൻ അത്രമാത്രം പ്രാർത്ഥിച്ച് നടന്നു എന്ന് എനിക്ക് പറയാനില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഞാൻ ദൈവത്തോടും ദൈവവചനത്തോടും ചേർന്നു നിന്നു. എൻ്റെ ഹൃദയത്തിൽ എല്ലാ കാര്യങ്ങളെക്കാൾ ഒരു ഒന്നാം സ്ഥാനം ഞാൻ യേശുക്രിസ്തുവിനും യേശുക്രിസ്തുവിൻ്റെ വചനത്തിനും ഞാൻ കൊടുക്കുകയുണ്ടായി. എനിക്കറിയാം, ജീവനുള്ള ദൈവം ഒരു യേശു ജീവിക്കുന്നുണ്ട്. ആ യേശു എൻ്റെ കണ്ണുനീര് കാണുന്നുണ്ട്. ആ യേശു എന്നെ അനുഗ്രഹിക്കും. ഞാൻ ഒരിക്കലൊന്ന് വചനം വായിച്ചു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കായല്ല നന്മയ്ക്കായത്രേ നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വലിയൊരു സ്വപ്നമുണ്ട്. ആരെക്കുറിച്ച്? നമ്മെക്കുറിച്ച് വലിയൊരു സ്വപ്നമുണ്ട്, വലിയൊരു ആഗ്രഹമുണ്ട്. നാം പലപ്പോഴും ചിന്തിക്കും, എനിക്ക് ഈ അവസ്ഥയൊക്കെ, എൻ്റെ അവസ്ഥയൊന്നും മാറില്ല, എൻ്റെ ബുദ്ധിയൊന്നും പ്രകാശിക്കില്ല, എൻ്റെ കുടുംബജീവിത സാഹചര്യം ഇങ്ങനെയൊക്കെ പോവുകയുള്ളൂ. അല്ല, ഒരിക്കലുമല്ല. ദൈവം നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്വന്തം അപ്പനും അമ്മയും നിങ്ങളെക്കുറിച്ച് എപ്രകാരം ചിന്തിക്കുന്നുവോ അതിനേക്കാൾ ഉപരിയായി സ്വർഗത്തിലെ ദൈവം നിങ്ങളെക്കുറിച്ച്, നമ്മെക്കുറിച്ച് നിരൂപിച്ചുകൊണ്ടിരിക്കുക. ഈ മോളെ എങ്ങനെ വളർത്താം, ഈ മോനെ എങ്ങനെ ഉയർത്തിക്കൊണ്ട് വരാം. ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടിയിൽ നമ്മെക്കുറിച്ചുള്ള കാര്യങ്ങൾ ദൈവം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ വചനത്തിൽ വായിച്ചത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റമുണ്ടോ? ഒരിക്കലുമില്ല. നാം അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദൈവം എന്നെക്കുറിച്ച് സ്വർഗത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. നമുക്കെല്ലാവർക്കും ആഗ്രഹമാണ് നല്ലൊരു ഭാവി കിട്ടണമെന്ന്, അല്ലേ? നല്ല ഭാവി വേണമെന്ന്. എന്നാൽ ദൈവം എന്ത് പറയുന്നു? നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പിശാച് ഒത്തിരി തിന്മകൾ വരുത്തിയിട്ടില്ലേ? പല പാപങ്ങൾ വരുത്തിയിട്ടില്ലേ? പല അരുതായ്മകൾ ജീവിതത്തിൽ വരുത്തിയിട്ടില്ലേ? എന്നാൽ ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കുന്നു. ദൈവം നമ്മെക്കുറിച്ച് ചിന്തിക്കുക. ഈ മോള് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിറഞ്ഞു വന്നാൽ എന്ത് വലിയ അത്ഭുതമാണെന്നറിയാമോ? അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാവർക്കും പറയാമോ? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നാം യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ കിട്ടുന്ന എന്ത് വലിയ ഭാഗ്യമാണെന്നറിയാമോ? നിങ്ങൾ വാസ്തവമായി ഒന്ന് വിശ്വസിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വീഴ്ചകളുണ്ട്, കുറവുകളുണ്ട്, പഠിത്തത്തിൽ അല്ലെങ്കിൽ പല കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ പരിഹസിക്കുന്നുണ്ട്, ടീച്ചേഴ്സ് നിങ്ങളെ പരിഹസിക്കുന്നുണ്ട്, എല്ലാം ശരിയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, ജോലിയിൽ, എല്ലാ കാര്യങ്ങളിൽ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പാപത്തിൽ നിന്നുള്ള ജയം കിട്ടി നിങ്ങളെ ഉന്നതമായ അവസ്ഥയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നാം അതിനെ വിനയപ്പെടുത്തി കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ദൈവത്തെ നാം സ്നേഹിക്കുന്നവരെ തീരണം. നാം അങ്ങനെ ആയിരിക്കണം. നാം യേശുവിനെ സ്നേഹിക്കുന്നവരായി തീരണം. പാപത്തെ സ്നേഹിക്കരുത്. പാപത്തെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു ഉയർച്ച കിട്ടുകയില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയും, പാപത്തിന് അടിമപ്പെട്ട വ്യക്തിയും ഒരിക്കലും അവൻ്റെ ഭാവി ശോഭനമാകുകയില്ല. നിങ്ങൾ എന്തെല്ലാം നിങ്ങൾ കാട്ടിക്കൂട്ടിയാലും പ്രാർത്ഥിച്ചാലും കൂട്ടായ്മയിൽ വന്നാലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപം വിട്ടുകളയുന്നില്ല എങ്കിൽ ആ മനുഷ്യൻ്റെ ഭാവി അത് അത്ര ശോഭനമായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു. അതുപോലെ നല്ലൊരു ഭാവി ഇതെങ്ങനെ കിട്ടും? നിങ്ങളുടെ അപ്പനെ അമ്മയോടുള്ള അല്ലെങ്കിൽ കുടുംബത്തിൽ നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെ? എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയും, മക്കളെ ഇത് വിളിച്ചുകൊണ്ടാണ് ദൈവസ്നേഹം പറയുന്നത്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. വീണ്ടും പറയുകയാണ്, എന്തുകൊണ്ടാണ്? നിനക്ക് നന്മയുണ്ടാകുവാനും നീ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു. ദൈവം വാഗ്ദത്തം തന്നിരിക്കുന്നത് ഒരു കൽപ്പനയുണ്ട്. എന്താണ്? നമുക്ക് ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന അപ്പനമ്മ. എൻ്റെ ജീവിതകാലത്ത് ഞാൻ ചിന്തിക്കാറുണ്ട്, പല രീതിയിൽ ഞാൻ എൻ്റെ അപ്പനെ അമ്മയെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അതിന് പല കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ വചനം കേട്ട് ജീവിതം യേശുക്രിസ്തുവിന് സമർപ്പിച്ചു കഴിഞ്ഞു. ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ചെന്ന് അവരെ കാൽക്കൽ വീണ് അവരോട് ക്ഷമ പറഞ്ഞു. തെറ്റുപറ്റിപ്പോയി എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഭാര്യയോട് പറഞ്ഞു,
എൻ്റെ സഹോദരിമാർ അവർ രണ്ടുപേരും വീടുകളിൽ പോയി അവർ വിവാഹം ചെയ്തിരുന്നു, അവരോട് പോയി പറഞ്ഞു, ഭാര്യ പിതാവിനോട് പോയി പറഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ പ്രകടമായി നോക്കിയാൽ അവർക്ക്. എൻ്റെ പെങ്ങന്മാർ ചോദിച്ചു, അതിന് ചേട്ടായി എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്നെ വിഷമിപ്പിച്ചിട്ടില്ലല്ലോ എന്നെല്ലാം പറയുകയുണ്ട്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ നീരസം, അവരോട് ഇഷ്ടക്കുറവ്, ഭിന്നത, ഇതെല്ലാം ഉണ്ടായിരുന്നു. ദൈവമക്കളെ, നമ്മുടെ അപ്പനെയും അമ്മയും നാം അനുസരിക്കുന്നവരാണ് എങ്കിൽ മാത്രമേ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. നിനക്ക് നന്മയുണ്ടാകുവാനും ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദത്തത്തോടുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. വേറെ സദൃശവാക്യത്തിൽ പറയും, അപ്പനെ ശപിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന തലമുറ, അശുദ്ധി കഴുകിക്കളയാത്തതായ തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്ന തലമുറ. ഈ ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നാം ഓരോരുത്തരും എങ്ങനെയായിരിക്കണം? യേശുക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നവരായി ജീവിച്ചാൽ, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടനുസരിച്ച് ജീവിച്ചാൽ നമ്മളെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് ഈ ഭൂമിയിലും അഭിവൃദ്ധി ലഭിക്കും. ഈ ഭൂമിയിൽ നമുക്ക് ഐശ്വര്യം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. നിത്യതയിലും ദൈവം നമ്മെ അനുഗ്രഹിക്കും. കർത്താവിന് സ്തോത്രം. ഈ 119 സങ്കീർത്തനം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കണം. 119 സങ്കീർത്തനം, അവിടെ ദൈവവചനത്തിൻ്റെ പ്രസക്തിയെയും അതിൻ്റെ ശക്തിയെയും കുറിച്ച് പറയുന്നതായ സങ്കീർത്തനമാണ്. അതിൻ്റെ 9-ാം വാക്യം ഇങ്ങനെയാണ്: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? ഒരു കുട്ടി എങ്ങനെയാണ് തൻ്റെ ജീവിതം നിർമ്മലമാക്കുക, നന്നായി കൊണ്ടാകാനായിട്ട് കഴിയുന്നത്? ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കുന്നതിനാൽ തന്നെ. ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിന്നെ അന്വേഷിക്കുന്നു, നിന്റെ കൽപ്പനകൾ വിട്ടു നടപ്പാൻ എനിക്ക് ഇടവരരുതേ. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പാപം വരാതിരിക്കാൻ വേറെ കുറുക്കുവഴികളില്ല. ഒരു പാപവും നമ്മുടെ ജീവിതത്തിലേക്ക് അലട്ടാതെ വണ്ണം നമ്മെ കർത്താവ് സൂക്ഷിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ദൈവത്തോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനം ഹൃദയത്തിൽ കൈക്കൊള്ളുമ്പോഴാണ് പാപം ചെയ്യാനുള്ള മനസ്സ് നമുക്കില്ലാതെ വരുന്നു. യേശു ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു വരുമ്പോൾ മറ്റുള്ളതെല്ലാം തിന്മയെല്ലാം പുറത്തേക്ക് പോകുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നമ്മുടെ നടപ്പ് ദൈവത്തിൻ്റെ വചനപ്രകാരമായിരിക്കണം. അവിടെ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ നാം വായിച്ചു, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ദൈവം നിരൂപിക്കുന്ന നിരൂപണങ്ങൾ അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. അടുത്ത വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. രണ്ടാമത്തെ കാര്യം, നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം, ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായി തീരണം. മൂന്നാമത്തെ കാര്യം 12-ാം വാക്യം, നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കാനാണോ പറഞ്ഞത്? അല്ല. എവിടെ വന്ന് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ നാം മുട്ടുകുത്തണം. ദൈവസന്നിധിയിൽ വരിക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു എവിടെയുണ്ടോ അവിടെ വരണം. യേശുക്രിസ്തു ഏത് രംഗത്തുണ്ടോ നാം അവിടെ വരണം. യേശുക്രിസ്തു ഏത് കൂട്ടായ്മയിലുണ്ടോ അവിടെ നാം വരണം, അവിടെ നാം മുട്ടുമടക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾ ധാരാളം പേരുണ്ട്, എല്ലായിടത്തും പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ നാം പ്രാർത്ഥിക്കേണ്ട ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു? നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും, അടുത്ത വാക്യം എന്താണ്? ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. അടുത്ത വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്നവരായി തീരുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ എഫേർട്ടും ആ ഒരു ദിവസം കൊണ്ടല്ല നമുക്ക് ഗ്രാജുവേഷൻ നമുക്ക് ലഭിക്കുന്നത്, ആണോ? ഒരിക്കലുമല്ല. നമ്മുടെ ആ കോഴ്സിൻ്റെ ആ ഡ്യൂറേഷൻ മുഴുവനും നാം ചെയ്തതായ അധ്വാനം, നമ്മുടെ എഫേർട്ട്, നമ്മുടെ പ്രകടനങ്ങൾ, മാത്രവുമല്ല നമ്മുടെ ഹാർഡ് വർക്ക്, ഇതെല്ലാം ഒരു ദിവസം കഴിഞ്ഞ് നാം ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി നാം അവിടെ കടന്നു ചെല്ലുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ സന്നിധിയിലും ഇതുപോലെ ഒരു ദിവസം ഞാനും നിങ്ങളും കടന്നു ചെല്ലും. ദൈവത്തിന് സ്തോത്രം. എന്താണെന്ന് അറിയാമോ?
അനേക വിശുദ്ധന്മാർ കൂടിയിരിക്കുന്നതായൊരു സദസ്സിൽ നിന്റെ പേര് വിളിക്കും. എൻ്റെ മോനെ, നിന്റെ പേര് വിളിക്കും. പ്രിയ കുഞ്ഞെ, മോളെ, നിന്റെ പേര് അന്ന് നിന്റെ സ്വർഗത്തിൽ ദൈവം പേര് വിളിക്കും. പേര് വിളിച്ച് ഞാനും നിങ്ങളും ഓരോരുത്തരായിട്ട് ആ ഗ്രാജുവേഷൻ സെറിമണിയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലും, ഞാനും കടന്നു ചെല്ലും. അപ്പോൾ എൻ്റെ ജീവിതകാലത്ത് നേടിയത്, എൻ്റെ ജീവിതകാലത്ത് അധ്വാനിച്ച് നേടിയത് നമുക്ക് ഇപ്പോൾ അതിൻ്റെ വില അറിഞ്ഞുകൂടാ. എന്നാൽ എൻ്റെ ജീവിതകാലത്ത് ഞാൻ പാപത്തെ വെറുത്തുപേക്ഷിച്ച് ആ നീതിയുടെ കിരീടം എൻ്റെ തലമേൽ വെക്കുവാൻ, നിങ്ങൾ ഓരോരുത്തരുടെയും തലമേൽ വെക്കുവാൻ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും പേര് വിളിക്കും. അന്ന് വിശുദ്ധന്മാരുടെ മുമ്പിലാണ് നാം ഓരോരുത്തർ നിൽക്കേണ്ടത്. പത്രോസ്ലീഹായും പൗലോസ്ലീഹായും പരിശുദ്ധ ദൈവമാതാവും അനേക വിശുദ്ധന്മാരെ നിരയിൽ നിന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ഞാനും നിങ്ങളും ഓരോരുത്തരായിട്ട് കടന്നു ചെല്ലും. നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എന്താണ് സർട്ടിഫിക്കറ്റ്? ഇന്ന് ഈ ഭൂമിയിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല. നീ എത്രമാത്രം ഓടി, നീ യേശുവിന് വേണ്ടി എന്തെല്ലാം ചെയ്തു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഞാൻ ഇങ്ങനെ എഴുതി, വൺ ഹു അവാർഡ് ക്രൗൺ ഓഫ് റൈച്ചിയസ്നസ് ഓൾ സെയിൻസ് ലുക്സ് ഓൺ, ഗ്രാജുവേറ്റിംഗ് വിത്ത് ഹയസ്റ്റ് ഹോണേഴ്സ്. ഏറ്റവും ഉന്നതമായ ഗ്രാജുവേഷൻ സെറമണി കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് നാം എന്തു പറയണം? ഇന്ന് ജീവിതം യേശുവിന് സമർപ്പിച്ചാൽ ഈ ഭൂമിയിലെ കാര്യങ്ങൾ മാത്രമല്ല, അവിടെ നിത്യതയോളം പുലരുന്നതായ സ്വർഗ സൗഭാഗ്യം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഞാനും നിങ്ങളും കടന്നു ചെല്ലും. ആ നിത്യരാജാവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും. നമ്മുടെ ഓരോരുത്തരെയും പേര് വിളിക്കും, മോനെ, മോളെ, വരൂ. നിനക്ക് ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടൊക്കെ നീ അനുഭവിച്ചതല്ലേ? നീ എനിക്ക് വേണ്ടി പാപം വിട്ട് വെറുത്ത് ജീവിച്ചതല്ലേ? നീ എൻ്റെ ഒരു ശുദ്ധിമതിയായി ജീവിച്ചതല്ലേ? വരൂ വരൂ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വിളിച്ച് നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു നമ്മെ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, ആ സന്നിധിയിലേക്ക് കൊണ്ടു നിർത്തും. ദൈവത്തെ നല്ലവനും വിശ്വസ്തനുമായ ദാസിയെ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേട്ടുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ആ രാജ്യത്തിൽ ചെല്ലണം, കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലണം. നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അതിനായി ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവെ, തന്നിരിക്കുന്ന ആയുസ്, തന്നിരിക്കുന്ന ജീവിതകാലം മുഴുവൻ എൻ്റെ യേശുവിന് വേണ്ടി ചെലവഴിക്കപ്പെടുവാൻ ആർക്കെല്ലാം ആഗ്രഹമുണ്ട് കർത്താവെ, ഇന്ന് നമുക്ക് ജീവിതം നല്ലവനായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഓരോരുത്തരും ഹൃദയം തുറന്ന് വാ തുറന്നുകൊണ്ട് യേശുവിന് പറയണം, കർത്താവെ, ഇന്നു മുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവേ. യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ജീവനുള്ള ദൈവമേ, ഇന്നു മുതൽ ഞാൻ യേശുവിനെ സ്നേഹിക്കും. നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കും. നിന്റെ സന്നിധിയിൽ വന്ന് വചനം കേട്ട് ഞാൻ ജീവിതം യേശുക്രിസ്തുവിനെ അന്വേഷിക്കുന്ന ഒരു തലമുറയായി, ഒരു ഹൃദയത്തോടെ യേശുവിനെ അന്വേഷിക്കുന്ന വ്യക്തിയായിട്ട് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കും. കർത്താവ്, യേശുക്രിസ്തു ഹൃദയത്തിൽ വന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു അനുഭവം ഞാൻ പ്രാപിക്കും. കർത്താവെ, എൻ്റെ ബുദ്ധിയെ തുറന്നു തരണമേ. എനിക്ക് വേണ്ടി അവിടുന്ന് ഒരുക്കുന്നതായ അനുഗ്രഹീതമായ ശുഭഭാവി തരുവാൻ അവിടുന്ന് എന്നെക്കുറിച്ച് നിരൂപിക്കുന്ന രൂപണങ്ങൾ ഞാൻ അറിയുന്നു. കർത്താവെ, എനിക്ക് ഏറ്റവും നല്ല ഉത്തമമായ ഭാഗ്യകരമായ പദവി തരുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതിനായി യേശുവെ, എൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് ഞാനിതാ സമർപ്പിക്കുന്നു. യുവാവായ യോശുവ ഒരിക്കൽ അവസാന കാലത്ത് പറയുകയുണ്ടായി, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. നിങ്ങൾക്കാർക്കെല്ലാം പറയാൻ തോന്നുന്നുണ്ട്. കർത്താവെ, ഇന്നു മുതൽ ഞാൻ യേശുവിനെ സ്നേഹിച്ചും യേശുവിനെ സേവിച്ചും യേശുവിനെ ആരാധിച്ചും യേശുവിനോട് പ്രാർത്ഥിച്ചും ജീവിക്കും. എൻ്റെ ജീവിതം അടുത്ത കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന് സ്തോത്രം.